Yummy. ഇന്ന് ഞാനൊരു പ്രത്യേകതരം ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അത് നമ്മുടെ നാടൻ കറി പോലെയല്ല, പച്ച നിറത്തിൽ ഉള്ള കോഴിക്കറിയാണ്. അത് നമുക്ക് വേണ്ടത് കൊറിയാണ്ടർ ചില്ലി പേസ്റ്റ് ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മല്ലിയില, പച്ചമുളക്, വിനാഗിരി. ഇത് ശരിക്കും കാന്താരിയാണ് വേണ്ടത്, പക്ഷെ ഇവിടെ മേടിക്കാൻ കിട്ടൂല. അതുകൊണ്ട് ഞാൻ തായ് ഗ്രീൻ ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ കടയിൽ മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഇവിടെ വളർത്തിക്കൂടെയെന്ന്. അതിനുള്ള ഉത്തരം ഞാൻ കുറച്ച് വീഡിയോ കാണിക്കാം, അപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഈ സമയത്ത് കാന്താരി നമുക്ക് കളിപ്പിച്ചെടുക്കാൻ ഒക്കില്ല എന്നുള്ളത്. അപ്പോൾ ഈ പേസ്റ്റ്, ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് വേണ്ട പോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷെ ഇതാണ് മെയിൻ ആയിട്ട് ചേരുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഏകദേശം ഒരു 125 ഗ്രാം മല്ലിയില, 80 ഗ്രാം പച്ചമുളക്, 3/4 കപ്പ് വിനാഗിരി. ഇത് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 3-4 ദിവസം കേടുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ നിറം കുറച്ചൊരു ബ്രൗൺ നിറത്തിലോട്ട് മാറി തുടങ്ങും. ബ്രൗൺ നിറത്തിലോട്ട് മാറിയാൽ അതിന്റെ ടേസ്റ്റിന് വ്യത്യാസം വരത്തില്ല, നിറം മാത്രമേ ഇച്ചിരി കുറയുള്ളൂ. അതുകൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിയാൽ ആ പച്ച നിറത്തിന് വരെ ഒരു ലേശം ബ്രൗൺ നിറം കൂടുതൽ വരും. ടേസ്റ്റിന് അധികം വ്യത്യാസം വരില്ല. ഇതിൽ വെള്ളം ചേർത്താൽ, ഇത് അരയ്ക്കുമ്പോഴത്തേക്കും വെള്ളം ചേർത്താൽ പിറ്റേ ദിവസം തന്നെ അത് മിക്കവാറും ബ്രൗൺ നിറത്തിലാവും, അതിന്റെ ടേസ്റ്റും പോകും. അരയ്ക്കുമ്പോൾ ഇത് ഒരു പേസ്റ്റ് ആയിട്ട് വരാനുള്ള വിനാഗിരി മാത്രം ചേർക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് ഒരു പേസ്റ്റ് ആക്കുക. ഇപ്പോൾ ഉണ്ടാക്കുന്ന പേസ്റ്റ് ഈ കോഴിക്കറിക്ക് മാത്രമല്ല വേറൊരു പ്രിപ്പറേഷനും കൂടെ ഞാനിത് ഉപയോഗിക്കും. അതിന്റെ വീഡിയോയും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മല്ലിയിലയും മുളകും ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അരയ്ക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ മുളക് അരിയുമ്പം ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്, പരിഭവം കാണിച്ചിരിക്കരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മുളക് അരിയുമ്പോഴത്തേക്ക് എന്താ പരിഭവം കാണിച്ചാലെന്ന്. പരിഭവം കാണിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, കണ്ണ് തിരുമാൻ നോക്കും. മുളക് അരിഞ്ഞിട്ട് കണ്ണ് തിരുമാൻ നോക്കിയാൽ എന്ത് പറ്റും? അത് തന്നെ. അപ്പം നമ്മൾ പണ്ട് മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പറഞ്ഞ കാര്യം ഓർക്കും, അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോൾ അറിയുമെന്ന്. ഇപ്പൊ ഇത് ചൊറിയുമ്പോഴല്ല അറിയുന്നത്, അറിയാത്ത പിള്ളയ്ക്ക് മുളക് തൊട്ടാൽ കരയുമെന്ന്. അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഒന്ന് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. കാന്താരി കൊറിയാണ്ടർ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കോഴിക്കറി ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. നമുക്ക് ഈ കോഴിക്കറി ഉണ്ടാക്കാൻ വേണ്ടത് ചിക്കൻ. ഇതിപ്പോൾ ഒരു 750 ഗ്രാം ഉണ്ട്. ബോൺലെസ്, സ്കിൻലെസ്. 3 ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. എല്ലുള്ളതാണെങ്കിൽ ചെറിയ തുണ്ടുകളാക്കി എടുക്കുക. ബോൺലെസ് ഒരു 1 ഇഞ്ച് ക്യൂബ്. വലുത് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ ചെറുത് ആയിട്ട് അരിഞ്ഞാൽ ഫ്ലേവർ അകത്തോട്ട് പിടിക്കാൻ കുറച്ച് എളുപ്പമാണ്. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി അല്ലെങ്കിൽ 3 മീഡിയം ഉള്ളി, ഒരു 1/2 കപ്പ് തേങ്ങാപ്പാല്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് കടയിൽ നിന്ന് മേടിക്കരുത്, ഇത് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതേ ഉപയോഗിക്കാവുള്ളൂ ടേസ്റ്റ് കൂടാനായിട്ട്. അതുപോലെ തന്നെ ഗരം മസാല, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയുണ്ട്. ഗരം മസാലയും കടയിൽ നിന്ന് മേടിക്കരുത്, വേറെ ആരുടെയും ഉപയോഗിക്കരുത്, എന്റെ തന്നെ ഉപയോഗിക്കുക, അതിന് നല്ല ടേസ്റ്റ് വരണമെങ്കിൽ. അതിന്റെയും റെസിപ്പിയും വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഉപ്പ് പാകത്തിന് ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിന്റെ കൂടെ വേറെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയും സംഗതി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോഴിക്കറി, കാന്താരി കോഴിക്കറി ഉണ്ടാക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പേസ്റ്റും ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ അത് ഞാൻ എന്തോരം ആഡ് ചെയ്യണമെന്ന് അത് ഉണ്ടാക്കുമ്പോഴത്തേക്കും പറയാം. നമ്മളിപ്പം കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് മുഴുവൻ വേണ്ട. 750 ഗ്രാമിന് മിക്കവാറും അതിന്റെ ഒരു പകുതി മതിയാവും. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യമേ നമ്മൾ ഉള്ളി വളരെ പറ്റുന്നത്രയും കട്ടി കുറച്ച് സ്ലൈസ് ചെയ്യാം. ഇത് ഏകദേശം ഒരു 2-2.5 കപ്പ് ഉള്ളി ഉണ്ടാവും. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം, കുറച്ചുകൂടെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗ്രേവി കുറച്ചുകൂടെ കൂടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചിക്കൻ മുറിച്ചെടുക്കാം. അപ്പം നമ്മൾ ഏകദേശം ഇതുപോലെയാണ് മുറിച്ചെടുക്കുന്നത്. ഇത് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് വേഗം ഗ്രേവി എല്ലാം അകത്തോട്ട് കയറുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കോഴി മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞു. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം.
നമ്മൾ സ്റ്റൗ ഹൈ ഹീറ്റിൽ വെച്ച് ഒരു കട്ടിയുള്ള പാന് അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി, ഞാനിവിടെ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്, അത് അടുപ്പത്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പക്ഷെ ഇവിടെ വെളിച്ചെണ്ണ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. വീടിനകത്ത് 22 ഡിഗ്രി ആണെങ്കിലും വെളിച്ചെണ്ണ കട്ടയായിട്ടാണ്. ഹൈ ഹീറ്റിൽ ചൂടാക്കുക. ചൂടാക്കുമ്പോഴത്തേക്ക് അത് നല്ല വെളിച്ചെണ്ണയായിട്ട് മാറും. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടുക. തീ ഒരു മീഡിയം ഹീറ്റിലോട്ട് വയ്ക്കുക. മീഡിയം ഹൈ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളി ഇട്ട് വഴറ്റുമ്പോഴത്തേക്കും ഇച്ചിരി കണ്ണ് തെറ്റിയാൽ അത് കരിഞ്ഞു പോകാനോ വങ്ങിപ്പോകാനോ ചാൻസ് ഉണ്ട്. അപ്പൊ ഉള്ളി ഏകദേശം ഒരുമാതിരി ആയിട്ടുണ്ട്. ഒരുപാട് വഴറ്റി പോകരുത്, അപ്പൊ അതിന്റെ ആ സ്വീറ്റ്നെസ് പോവും. നമ്മുടെ കറിക്ക് അതിന്റെ പേസ്റ്റില് പുളിയും എരിവായതുകൊണ്ട് നമുക്ക് കുറച്ചൊരു മധുരം വേണം. പക്ഷേ ഒരുപാട് വഴണ്ട് പോയാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നും പറഞ്ഞ് ഒരുപാട് പഞ്ചസാര ഇട്ടിട്ട് നമുക്കിതൊരു ഡെസേർട്ടായിട്ട് ഉപയോഗിക്കാം എന്നാരും കരുതണ്ട, അത് നടപ്പില്ല, ശരിയാവില്ല. അപ്പൊ ഉള്ളി ഏകദേശം ശരിയായി. നമുക്കിനി നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം, കറിവേപ്പില ഇടാം. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പേസ്റ്റ് ഇടാം. ഞാനിപ്പോൾ ഇത് മുഴുവൻ ഉപയോഗിക്കുന്നില്ല, ഏകദേശം ഒരു 3-3.5 തവി ആണ് ഇടുന്നത്. ഏകദേശം ഒരു 1/2 കപ്പുണ്ട്, ഞാൻ കറക്റ്റായിട്ട് പറയാം. ഇത് എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഇതിലേക്ക് നമ്മുടെ മസാലകൾ ഓരോന്നിടും. നമ്മൾ ഉപ്പിടുന്നു, ഉപ്പ് മുഴുവനും ഇടുന്നില്ല, ഇപ്പോൾ വേണമെങ്കിൽ പിന്നെ ഇടാം. നമ്മൾ കൊറിയാണ്ടർ പൗഡർ ഇടുന്നു. നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല, വേറെ ഒന്നും ഉപയോഗിക്കരുത്, നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല തന്നെ ഉപയോഗിക്കണം. മഞ്ഞൾപ്പൊടി ഇടുന്നു, മഞ്ഞപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി. എന്നിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ, ഇത് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ്, കഴുകാതെ ഇടരുത്. നമ്മൾ അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യുന്നു. റോസ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ആ ഫ്ലേവർ എല്ലാം ചിക്കനകത്തോട്ട് കുറച്ച് വലിഞ്ഞിട്ട് ചിക്കന്റെ പുറം ഒന്ന് ഹാർഡാവും. അപ്പൊ അകത്ത് കയറിയ ഫ്ലേവർ പുറത്തോട്ട് അധികം വരില്ല. അപ്പൊ അതിനകത്ത് തന്നെ ഇരുന്ന് കുറച്ചുകൂടെ ചിക്കൻ സോഫ്റ്റ് ആവും. ഇത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം ഞാൻ ഒരു കപ്പാണ് ഒഴിക്കുന്നത്. ഇത് വറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കൊന്ന് തീ ഒരല്പം കൂട്ടി വെച്ചിട്ട് തിളപ്പിക്കാം. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹീറ്റ് മീഡിയത്തിലാക്കിയിട്ട് അടച്ചു വെക്കാം. ഇത് ഏകദേശം ഒരു 12 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും, ചെറിയ പീസസ് ആയതുകൊണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നോക്കണം വെള്ളം ഉണ്ടോന്ന്. എങ്ങനെയാന്ന് നോക്കാം. നല്ലോണം തിളച്ച് വരുന്നുണ്ട്, വെള്ളം ഇനഫ് ഉണ്ട്. അടച്ചു വെക്കാം. ഈ കോഴിക്കറി ഒരുപാട് ചാറുള്ളതല്ല. നമ്മുടെ റോസ്റ്റിന്റെ പരുവത്തിലും കുറച്ചുകൂടെ ചാറുണ്ടാവും. സാധാരണ കോഴിക്കറി പോലെ ഇറച്ചിയെടുത്തുനിന്ന് വെള്ളം ഓടിപ്പോകുന്ന ലെവൽ അല്ല. അപ്പൊ ഇത് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാൻ അടിപൊളി സാധനമാണ്. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചു നേരം തുറന്നു വെച്ച് വെള്ളം ഒന്ന് വറ്റിക്കണം. എന്നുവെച്ചാൽ ഇത് കുറച്ച് വെള്ളം ലൂസാണ്, ഒന്ന് വറ്റിക്കണം. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് നല്ലോണം ഒന്ന് വറ്റിയിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിക്കാൻ. ഏകദേശം 1/2 കപ്പ് തേങ്ങാപ്പാലുണ്ടല്ലോ, ഒന്ന് തിളച്ച് വറ്റട്ടെ. തേങ്ങാപ്പാൽ ഒന്ന് ഇളക്കി. ഇപ്പം അതിൻ്റെ കളർ കണ്ടോ. തീന്ന് കൂട്ടി തിളപ്പിക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ മാറ്റി വെച്ചിരുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുവരെ ടേസ്റ്റ് നോക്കിയിട്ടില്ല. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കണമല്ലോ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടാണ്, സൂക്ഷിക്കണം. എന്താ പറയാ, എല്ലാം പെർഫെക്റ്റ്. പക്ഷേ എരിവുണ്ടല്ലോ, അവൻ അങ്ങോട്ട് മുമ്പിലാ. കാന്താരിക്കോഴി എന്നാണ് പേര്. അപ്പൊ കാന്താരിയുടെ സ്വഭാവം കാണിച്ചില്ലെങ്കിൽ അതിനെ കാന്താരിക്കോഴി എന്ന് പറയാനൊക്കെ ഇല്ല. അതുകൊണ്ട് ആ എരിവ് അങ്ങോട്ട് മുമ്പിൽ നിൽക്കട്ടെ അല്ലേ. ഇപ്പൊ ഇത് കുക്കിംഗ് ഏകദേശം ഒരു 13 മിനിറ്റായി. നമ്മളിതിനെ ഓഫ് ചെയ്തു. അപ്പോൾ ഇതൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കും പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി എല്ലാവർക്കും കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. വീണ്ടും വേറെ വീഡിയോസ് വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.